വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹരിത ഗൃഹം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞണ്ട് കറിയാണ്. അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നോക്കാം കേട്ടോ. ഇതിലിട്ട് വിട്ടിട്ടില്ല കണ്ടോ. തമ്പുരാനെ, ഇനി ആ കാലുകളൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ ആദ്യം വെട്ടിക്കളയണ്ടേ. ഇത് കണ്ടോ, അതിന് ഇനി എങ്ങനെ പിടിക്കും? ഇതേപോലെ എല്ലാം കാല് കെട്ടി കണ്ടിട്ട് കഴിഞ്ഞു. നമുക്ക് എപ്പോഴും കിട്ടുമ്പോൾ ചത്തനെന്താണ് കിട്ടണം, അതുകൊണ്ട് നമുക്ക് ആ പേടിയില്ല. ഇതിപ്പോൾ ഇങ്ങനത്തേനെ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഒരു പേടി, കടിക്കും. നമ്മൾ ഈ കെട്ട് എങ്ങനെ കെട്ടണില്ലേ ഒരു ഉണ്ട് ചാക്കോളി. ഞണ്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ കാല് ഇതേപോലെ എന്തെങ്കിലും കല്ല്, ഇടിക്കണ കല്ലില്ല, ആ കല്ല് വെച്ച് കുത്തി പൊട്ടിക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എരിവും മസാലയൊക്കെ കയറൂല. ഇങ്ങനെ തന്നെ പൊട്ടിക്കാണ്ട് ഇങ്ങനെ ഇത് കണ്ട ഇതേപോലെയൊക്കെ ഉണ്ടാ തവിട് കൂടിയായി ഉണ്ടാ ഇതിങ്ങനെ പൊട്ടിച്ചിടണം. പിന്നെ ഇതിൻ്റെ ഈ ഇത്തലില്ലേ, ഇത് നമ്മളുടെ ഉള്ളിൽ ചെല്ലാണ്ട് നോക്കണം. നമ്മൾ വലിയവരൊക്കെ ആകുമ്പോൾ നമ്മളത് നോക്കി കഴിക്കും. പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഇത്തല് ഇല്ലാതെ നമ്മൾ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. ഇതാണ് ഇതൊരു രണ്ട് കഷ്ണമാക്കിയതാണത്. ഉണ്ട് ഇതിൻ്റെ പൊന്നുകളി, ചിലതിൻ്റെയൊക്കെ ഓറഞ്ച് കളറായിരിക്കും പൊന്ന്. ഇതിൻ്റെ പൊന്ന് കണ്ടത് ഈ കളറാണ്. ഉണ്ട് ഇതിൻ്റെ പൊന്ന് ഈ കളറാണ്. ചിലതിൻ്റെ നല്ല കടും ഓറഞ്ച് കളറായിരിക്കും. ഇതിനങ്ങനെ ഓറഞ്ച് കളറുള്ള പൊന്നൊന്നും ഒരെണ്ണത്തിനും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്കിത് എങ്ങനെ കറി വെക്കണേ എന്നുള്ളത് കാണിക്കാം. ഇപ്പം നമ്മൾ ഞണ്ട് ശരിയാക്കാനായിട്ട് ഒരു സവോള, 2 പച്ചമുളക്, ഇത് നമ്മുടെ തോട്ടത്തിലെ പച്ചമുളകാണ് കേട്ടോ, ഒരു 3 ഉള്ളി, 3 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചോപ്പറിലിട്ട് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞിട്ട്. ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് ഇപ്പം ചോപ്പറിൽ ഇട്ടടിച്ചില്ലെങ്കിലും നമ്മുടെ ചെറിയ ജാറിലിട്ട് വെറുതെ ഒന്ന് കറക്കിയാൽ മതി. ഇതേപോലെ ആയി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി എനിക്ക് പള്ളിപ്പെരുന്നാളിന് നാത്തൂൻ വാങ്ങി തന്നതാണ്. ആദ്യം ഒരു കറി വെച്ച്, ഇപ്പം നമ്മൾ രണ്ടാമത് ഞണ്ട് കറി വെക്കാൻ പോയി. അപ്പം നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കൃഷി ചെയ്തെടുത്ത കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് വാട്ടിയെടുക്കുക. വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി മസാലകൾ ഇട്ട് കൊടുക്കുക. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതിലുണ്ടായ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ ഉള്ളി വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇടാം. ലേശം മസാലപ്പൊടി ഇടാം. എരിവ് ആവശ്യത്തിന് ഇടാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. നമുക്ക് എരിവ് പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് ലേശം മതി. ഇന്നലെ ഞങ്ങൾക്ക് ഞണ്ട് കറിയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഞണ്ട് കറി കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പൊടി മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ കിടന്നു. അപ്പോൾ അവളുടെ പപ്പ പോയി കുറച്ച് ഞണ്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. നമ്മൾ കൊച്ചുങ്ങളുള്ള കാരണം എരിവ് കുറച്ചേ ഇടണുള്ളൂ. എരിവ് ഇന്നലെ ഞണ്ട് വെറുതെയാണ് കറി വെച്ചത്. ഇന്ന് നമ്മൾ ഈ ഞണ്ട് കറിയുടെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഇടുന്നുണ്ട്. അവൾക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ ഇടുന്നുണ്ട് ഈ ഞണ്ടിൽ. ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കിഴങ്ങിൻ്റെ മുകളിൽ ഞണ്ട് പെറുക്കിയിട്ട് എന്നിട്ട് അങ്ങോട്ട് നമ്മൾ വേവിക്കാൻ വെച്ച് വെള്ളം പറ്റി വരണ്ട് വരുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങും ഞണ്ടും വെന്തിരിക്കും. നമുക്കത് കഴിയുമ്പോൾ ടേസ്റ്റോടുകൂടെ എടുത്ത് സേവിക്കാം. മുകളിൽ നിന്നിങ്ങനെ പിറക്കിയിട്ടേക്കണേ ഉരുളക്കിഴങ്ങിൻ്റെ. നമ്മൾ ഇളക്കിയിട്ടൊന്നുമില്ല. ഒരു ആവിയിലൊന്നും അങ്ങോട്ട് വേഗട്ടേന്നുണ്ട്. രണ്ട് പപ്പാതിയാക്കി ഇത് കാല് ഒക്കെ ഉണ്ട്. നമുക്ക് മൂടി വെക്കാം. ഞണ്ട് വെന്ത് കഴിഞ്ഞപ്പോൾ ഞണ്ടിൻ്റെ നിറം നോക്കിയാൽ ഓറഞ്ച് കളറായി. ഇനി നമുക്ക് ഇളക്കാം. വെള്ളം നേരിയതായിട്ട് പറ്റിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ ഞണ്ട് കറി വെച്ചപ്പോൾ വെറുതെ ഞണ്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇന്നിപ്പോൾ ഞങ്ങൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് കിടന്ന് വേകുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഞണ്ടിൻ്റെ വ്യത്യാസം വെന്ത് കഴിഞ്ഞപ്പോൾ